നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ 2023-24 ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൂച്ചിനിപ്പാടം എടക്കുന്നി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർദ്ധനി പദ്ധതി 2024-25 വല്ലച്ചിറ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ 2023-24 ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൂച്ചിനിപ്പാടം എടക്കുന്നി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റോപ്പ് മാത്രമല്ല, നമ്മുടെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ചില സാമ്പത്തിക പ്രതിസന്ധികളുള്ളതുകൊണ്ട് വലിയ വികസനങ്ങൾ നടത്താൻ കഴിയാത്തൊരു പ്രതിസന്ധി നമുക്കുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ പ്രദേശത്തെ പൂച്ചിനിപ്പാടത്തെ പ്രവർത്തകരുടെ ആവശ്യം പരിഗണിച്ച് ഇവിടെ ബസ് സ്റ്റോപ്പ് വേണമെന്ന് കുറച്ച് നാളായത് തപ്പി തുടങ്ങിയിട്ട് അപ്പുറത്ത് പോയി തപ്പാറുണ്ട്, ഇപ്പുറത്ത് പോയി തപ്പാറുണ്ട്. സ്ഥലം കിട്ടണ്ടേ, അതൊരു വലിയ വിഷയമാണ്. ചിലവരാണെങ്കിൽ ഇത് പണിയും എന്ന് കണ്ടപ്പോൾ വേറൊരു പേരൊക്കെ വെച്ചൊരു പൂച്ചിനിപ്പാടത്ത് ചില സൗകര്യമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അതിന് സർക്കാരിൻ്റേതായ ഒരു ബലം പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആലോചിച്ച് നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാർട്ടി സ്വഭാവം സ്വീകരിക്കുന്നില്ല. സർക്കാരിൻ്റേതായ നമ്മൾ എല്ലാവരും സ്വത്താണ്. ആ എല്ലാവരും ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെ വന്നു പോകുന്ന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ജനങ്ങൾ വന്ന് നിൽക്കാറുണ്ട്. അവരെ ഒരു ചെറിയ ഒരു സഹായം എന്ന നിലയിൽ വന്ന് കയറി നിന്ന് ബസ്സിൽ പോകാനും വരാനും കുറച്ച് വിശ്രമിക്കാനുള്ളൊരു ഇതുണ്ടാക്കുക എന്നുള്ളത്. പ്രദേശത്തെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും നിവേദനത്തെ തുടർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനായി MLA ഫണ്ട് അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ചേർപ്പ് സെക്ഷന്റെ ചുമതലയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. വളരെയധികം തിരക്കുള്ള ഒരു ജംഗ്ഷൻ കൂടിയാണ്. ഇവിടെ നല്ലൊരു ബസ് സ്റ്റോപ്പ് നമ്മുടെ ബഹുമാന്യായ നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ നാളത്തെ ആഗ്രഹമാണ്. ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ചെറിയൊരു ഷെഡാണ് ഉണ്ടായിരുന്നത്. വളരെ നല്ല ബസ് സ്റ്റോപ്പ്, നല്ല സൗകര്യത്തോടു കൂടി നല്ലൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നമ്മളോടൊപ്പം തന്നെ നാട്യങ്ങളില്ലാതെ നിൽക്കുന്നത് നമ്മുടെ MLA തുടർന്നുമുള്ള സമയങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ചേർപ്പിനും നമ്മുടെ സമീപത്തെ മറ്റു പഞ്ചായത്തുകളിലും നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനായിട്ട് MLAക്ക് സാധിക്കട്ടെ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ VP ദീദി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV പ്രജിത്ത്, സുനിത ജിനു, വനജ, EV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ സർക്കാർ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അതിശീഘ്രമായ രീതിയിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ആ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഒപ്പം ഓടിയെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു MLA ആണ് നമ്മുടെ നാട്ടികക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA CC മുകുന്ദൻ. അതിൻ്റെ മാക്സിമം, അതായത് സർക്കാർ കൊടുക്കുന്ന സർക്കാരിൻ്റെ നിലനിൽപ്പിൻ്റെ സാധ്യത ഏറിക്കൊണ്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധ്യതകളും എല്ലാ വികസന പ്രവർത്തനങ്ങളും വലിയ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ശ്രമിക്കുക മാത്രമല്ല, നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികളായ ഞങ്ങളോടെല്ലാവരോടും ആ പ്രവർത്തനങ്ങളുടെ വേഗത, ഒരുപക്ഷെ ഓരോ പ്രവർത്തനങ്ങളും ചില സമയങ്ങളിലൊക്കെ മന്ദീഭവിച്ച് പോകാറുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും വേഗതയിൽ ശീഘ്രമായ രീതിയിൽ നടത്താനാവശ്യമായ എല്ലാ പ്രചോദനവും
ഏതൊരു ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ ഏതൊരു സമയത്തും അദ്ദേഹം നമ്മളോട് പറയാറുണ്ട്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർദ്ധനി പദ്ധതിക്ക് വല്ലച്ചിറ പഞ്ചായത്തിൽ തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശങ്കര നാരായണൻ ടി.കെ അധ്യക്ഷത വഹിച്ചു. വെറ്ററിനറി സർജൻ ഡോക്ടർ ശിവദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PS രാജൻ, സുബ്രഹ്മണ്യൻ, രതീദേവി, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ഗോപി തൊട്ടിപ്പറമ്പിൽ, രത്നവല്ലി ചാക്കോത്ത്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 34 ഗുണഭോക്താക്കൾക്ക് കന്നുകുട്ടികൾക്കുള്ള തീറ്റ വിതരണം ചെയ്തു. വല്ലച്ചിറയിലെയും ആറാട്ടുപുഴയിലെയും ക്ഷീരസംഘങ്ങൾ വഴിയാണ് വിതരണം നടന്നത്. ഒരു കന്നുകുട്ടിക്ക് 12,500 രൂപ സബ്സിഡി ലഭിക്കും. ആകെ 4,25,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കുഞ്ഞുമക്കളൊക്കെ നമ്മുടെയൊക്കെ മിഠായി ഇപ്പോൾ ഒരു ബർത്ത്ഡേ വന്നാൽ തന്നെ നമുക്ക് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, മിഠായി അനുവദീയമല്ല. ചില സ്കൂളുകളിൽ അവർക്ക് എന്തെങ്കിലും പുസ്തകം കൊണ്ടുവരിക, അല്ലെങ്കിൽ ചെടിച്ചട്ടി കൊണ്ടുവരാം, പുസ്തകങ്ങൾ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേക്കണ്ടേ. മിഠായി കടലാസിന് മിഠായി കൊണ്ടുവരാൻ നമ്മളതവിടെ ഇടും. ക്ലാസ് കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടുകളൊക്കെ വൃത്തികേടാവും. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ മിഠായി തിന്നാൽ തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് വേസ്റ്റിടണം. നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ഉയർന്നു. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ശരി, വീടുകളിലാണെങ്കിലും ശരി, നമ്മൾ ഒരു എല്ലാ വീടുകളിലും ഇപ്പോൾ ചാക്ക് ബാക്കിൽ നമ്മുടെ മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മിഠായി ആണെങ്കിലും ചിപ്സ് ആണെങ്കിലും എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ ആ കവർ കൊണ്ടുവന്ന് നമ്മൾ ആ പ്ലാസ്റ്റിക് ചാക്കിൽ ഇടണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാർക്ക് അമ്മമാര് കൊടുക്കാറില്ലേ? അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം 90% അമ്മമാര് ഇതോടുകൂടി യോജിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് അമ്മമാർക്ക് മടിയുണ്ട്. അപ്പൊ നിങ്ങളെ വീടുകളിലെ നിങ്ങളുടെ അമ്മമാരൊക്കെ മീൻ മേടിച്ച് വരുന്ന കവറായാലും ഇറച്ചി മേടിച്ച കവറായാലും ഒക്കെ കഴുകണേ. അപ്പൊ ഇത്തിരി മടി വരും. അപ്പൊ അവരെന്താ ചെയ്യുന്നറിയോ? ചില അമ്മമാരെല്ലാവരല്ല, അതൊന്നല്ലെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ അടുപ്പിലിടും. അങ്ങനെ ചെയ്യുന്നുണ്ട് ആരെങ്കിലും വീടുകളില്? അങ്ങനെ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളെ കുഞ്ഞു മക്കളെ എന്തിനാ അവിടെ വെച്ചിരിക്കണമെന്ന് അറിയോ? നിങ്ങളിൽ നിന്ന് വേണം അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ പഠിപ്പിക്കാൻ. അമ്മ അങ്ങനെ ചെയ്യരുത്, പ്ലാസ്റ്റിക് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കണം. പിന്നെ നിങ്ങൾ തന്നെ അത് ചാക്കിലാക്കി സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാകണം. നമുക്ക് ലഭ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും കുട്ടികളുമായി സംവദിക്കുന്നതിനും അവരുടെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിദ്യാലയങ്ങളിലും വീടുകളിലും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ആശയം എത്തിക്കുക എന്ന ആശയത്തോടെയാണ് ഹരിതസഭ സംഘടിപ്പിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർ മണി കെ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 9 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഗോവർദ്ധനി പദ്ധതി 2024-25 തുടക്കം. പദ്ധതിയുടെ ഭാഗമായി പാറളം ഗ്രാമപഞ്ചായത്തിലെ കന്നുകുട്ടികൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർ ജൂബി മാത്യു, വെറ്റിനറി സർജന്മാരായ ഡോക്ടർ ഡോസൻ, ഡോക്ടർ രാജി ES എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 61 കന്നുകുട്ടികൾക്ക് 50% സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്തു. ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ശോചനീയാവസ്ഥയിലുള്ള ചിറക്കൽ കൊറ്റംകോട് റോഡിന്റെ നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. CC മുകുന്ദൻ MLAയുടെ 2024-25 ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള റോഡിന് സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ തുക അനുവദിച്ചത്. കാലങ്ങളായി ഈ റോഡ് ശോചനീയാവസ്ഥയിലാണ്.
ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലായതിനാൽ MLAക്കോ ഗ്രാമപഞ്ചായത്തിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഫണ്ട് അനുവദിക്കാൻ സാധിച്ചിരുന്നില്ല. റോഡ് നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയും രൂപീകരിച്ചു. കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജൻ പയനാട്ട് അടക്കമുള്ള ജനപ്രതിനിധികൾ MLAയോടൊപ്പം ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയെ കാര്യം ധരിപ്പിച്ചിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഉടനെ തുക അനുവദിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും 5 മാസമായി യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് CC മുകുന്ദൻ MLA മുൻകൈയെടുത്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ 30 ലക്ഷം രൂപ അനുവദിച്ചു നൽകിയത്. സാങ്കേതിക അനുമതി ഉടനെ ലഭ്യമാക്കി ടെൻഡർ നടപടികൾ സ്വീകരിച്ച് കൊറ്റംകോട് റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്ന് MLA പറഞ്ഞു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൃശൂർ ജില്ലാ കൊടകര BRCയുടെ കീഴിലുള്ള ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിൽ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഞങ്ങളും പറക്കട്ടെ ഫ്ലൈറ്റ് യാത്ര സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് വാർഡ് മെമ്പർ പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ്, ജോൺസൺ കൂന്തലി മരത്താക്കര എന്നിവരുടെ സഹകരണത്തോടെയാണ് കുട്ടികൾക്കുള്ള ഫ്ലൈറ്റ് യാത്ര പരിപാടി സജ്ജമാക്കിയത്. കൊടകര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആന്റണി ജോസ് പദ്ധതി വിശദീകരണം നടത്തി. SSK തൃശൂർ ജില്ലാ DPO ബ്രിജി സാജൻ ഭിന്നശേഷി ദിന സന്ദേശം പങ്കുവച്ചു. കൊടകര BPC സിന്ധു VB, തൃശൂർ ചെമ്മണ്ണൂർ ബ്രാഞ്ച് മാർക്കറ്റിംഗ് ഡയറക്ടർ റെനോ, ഷോറൂം മാനേജിംഗ് ഡയറക്ടർ പ്രമോദ്, ചെങ്ങാലൂർ GLPS സ്കൂൾ അധ്യാപിക ലോല, PTA പ്രസിഡന്റ് സജിത്, കൊടകര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റൈനി എന്നിവർ സംസാരിച്ചു. BJP നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റമാണെന്നും താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുകയാണെന്നും തിരൂർ സതീഷ്. കൊടകര കുഴൽപ്പണക്കേസിലെ പുനരന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അന്വേഷണ സംഘത്തിന് തന്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറുമെന്നും സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആർക്കൊക്കെ എത്രയൊക്കെ കൊടുത്തു എന്നുള്ളതല്ല, ആർക്കൊക്കെ എത്രയൊക്കെ വഴിയിൽ കൊടുത്തു എന്നുള്ളത് ധർമ്മരാജൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത് ജില്ലാ ഓഫീസിന്റെ ചുമതലയിൽ ഞാൻ ഉണ്ടായ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ അവിടെ കൊണ്ടുവന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസിനോട് പറയും. നടത്തിയ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്കതായിട്ടുള്ള തെളിവുകൾ കയ്യിലുണ്ടോ? അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തും. അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാനിപ്പോൾ ഈ പറയുമ്പോഴും, അതായത് ഒരു കാര്യം, ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായ. പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത്. ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകളെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പം എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട്. താങ്കൾ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പാർട്ടിയിൽ ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിലെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു? ഇല്ലില്ല, എന്നെ ആരും ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ ചോദിക്കണമെങ്കിൽ എന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനായിരിക്കണം എന്നോട് വിളിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു പണമായാലും പവറായാലും ഞാൻ അതിൽ സ്വാധീനിക്കാനല്ല, ഇതിന്റെ എന്താ ഇല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അങ്ങനെ വിളിച്ചിട്ടില്ല. ഒന്നാമത് ഇതിന്റെ കാര്യങ്ങൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നത് കൊണ്ടാണ് അവർ പറഞ്ഞ പ്രകാരം മൊഴി നൽകിയത്. ഇനി താൻ പറയാനുള്ളത് പറയും. ഒത്തുതീർപ്പിന് ആളുകൾ വന്നെങ്കിലും താൻ അവരെ പറഞ്ഞയച്ചു. അന്വേഷണത്തിൽ പൂർണ്ണമായും പോലീസ് ഉദ്യോഗസ്ഥരോട് സഹകരിക്കുമെന്നും BJP നേതാക്കൾ നടത്തിയത് രാജ്യദ്രോഹ കുറ്റം തന്നെയെന്നും സതീഷ് പറഞ്ഞു. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ ഡിസംബർ 13-ന് തൃക്കാർത്തിക മഹോത്സവം നടക്കും. ദേവിക്ക് വിശേഷാൽ പൂജകൾ, നിവേദ്യങ്ങൾ എന്നിവ ഉണ്ടാകും. മുൻ വർഷങ്ങളിലെ പോലെ സ്തംഭത്തിൽ ദീപം തെളിയിക്കൽ ചടങ്ങ് നടക്കും. കൂടാതെ അന്നസമൃദ്ധിക്കു വേണ്ടി ഒരു മുറി നാളികേരവും ഐശ്വര്യ സമൃദ്ധിക്കായി ഒരു നാണയവും ദേവി പ്രസാദമായി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് നമ്പർ 9746277702, മറ്റൊരു നമ്പർ 0487227702. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7160 രൂപ, പവന് 57,280 രൂപ.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ 2023-24 ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൂച്ചിനിപ്പാടം എടക്കുന്നി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതി ഗോവർദ്ധനി പദ്ധതി 2024-25 വല്ലച്ചിറ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.